പ്രസ്ഥാനവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന്റെ പേരിൽ സഹോദരിമാർക്ക് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള നക്ഷബന്ദിയ ത്വരീഖത്ത് നേതൃത്വം ഭ്രഷ്ട് കൽപ്പിച്ചതായി പരാതി. മലപ്പുറം കിഴിശ്ശേരി സ്വദേശികളാണ് കുടുംബ വിലക്കിന് ഉൾപ്പെടെ വിധേയരായത്. കഴിഞ്ഞ ദിവസം കുടുംബം വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും സഹോദരിമാർ പോലീസിൽ പരാതിപ്പെട്ടു. കിഴിശ്ശേരി സ്വദേശികളായ ഷിബില, ലുബന, ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിക്കാർ. നേരത്തെ ഇവർ കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നക്ഷബന്ദിയ ത്വരീഖത്തിന്റെ അനുയായികളായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം ഉപേക്ഷിച്ചു. പിന്നാലെ നേരിട്ടത് വലിയ പീഡനമെന്നാണ് ആരോപണം. ഈ പ്രസ്ഥാനത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക ഭ്രഷ്ടാണ്. അതായത് ഇന്ത്യയിൽ ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള കഴിവുണ്ട്, ഒരു അവകാശമുണ്ട് ആളുകൾക്ക്. പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ്. പുറത്ത് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വരെ കയറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥ. കഴിഞ്ഞ ദിവസം ലുബനയും സഹോദരി ഷിബിലയും സ്വന്തം അമ്മയെ കാണാൻ കിഴിശ്ശേരിയിലെ വീട്ടിലേക്ക് പോയി. ജൂലൈ 1 രാത്രി 9 മണിയോടെ ത്വരീഖത്തിന്റെ അനുയായികൾ സംഘടിച്ചെത്തി കയ്യേറ്റം ചെയ്തെന്നും പരാതിയിലുണ്ട്. അതിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുതിരുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷാഡിയും പിടിച്ച് അവിടെ തന്നെ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു 100ഓളം ആളുകൾ വന്ന് ഞങ്ങളെ ബലമായിട്ട് പിടിച്ച് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു രാത്രി നിൽക്കാൻ കഴിഞ്ഞു. ഷാഹുൽ ഹമീദ് എന്നയാളാണ് നിലവിൽ നക്ഷബന്ദിയ ത്വരീഖത്തിനെ നയിക്കുന്നത്. 3 വർഷം മുമ്പാണ് ലുബനയും ഭർത്താവ് റിയാസും പ്രസ്ഥാനമായി അകന്നത്. ഈയിടെ ലുബനയുടെ സഹോദരി ഷിബിലയും ത്വരീഖത്ത് ഉപേക്ഷിച്ചു. പിന്നാലെയായിരുന്നു സാമൂഹികമായി ഒറ്റപ്പെടുത്തിയതും മാനസികമായി പീഡിപ്പിച്ചതെന്നും ഇവർ പറയുന്നു. സംഭവത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.